എല്ലാവരോടും നന്ദി പറയാണ്. ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും ഒരേപോലെ തന്നെ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയും. ഒരു മുൻപ് പലപ്പോഴും പ്രതികരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ട് ജോലി പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ ജോലിയും തുടരാൻ കഴിയില്ല എന്നാണ്. എന്തായാലും വളരെ വേഗത്തിലൊരു ഇടപെടലുണ്ടായി, എല്ലാവരും ഒപ്പം നിന്നു അല്ലേ? അതെ, രാജൻ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ ഒരു ജോലി ആയതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നിട്ടുണ്ട്. മിനിസ്റ്റർ എന്താ പറഞ്ഞത് തൊട്ട് മുന്നേ വിളിച്ചപ്പോ? സാറ് വരാം, ഇനി വരുമ്പോ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് കുറെ അഭിനന്ദനങ്ങളും പറഞ്ഞു. എല്ലാവരോടും ഇന്നാവുന്നില്ല, എല്ലാവരോടും നന്ദി പറയും. ഈ ജോലി തുടരുന്നത് എങ്ങനെയാ? അപ്പം ശാരീരിക സ്ഥിതി അടുത്ത ജോലിക്ക് വരാൻ തുടരാൻ പറ്റുമോ? അതോ കുറച്ച് സമയം റെസ്റ്റ് ആവശ്യം ഉണ്ടാവുക? ഓൾറെഡി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. കൂടുതൽ നടക്കാണ്ട് ഇരുന്നാ മതി. അതുകൊണ്ട് ജോലിക്ക് വരും എന്തായാലും. സർവീസ് സംഘടന ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? സർവീസ് സംഘടനകൾ ധാരാളമുണ്ട്. നമ്മൾ ഗവൺമെന്റിൽ നിന്ന് വരുന്ന എല്ലാ തപാലുകളും അല്ലെങ്കിൽ ജനങ്ങളുടെ പരാതികൾ വരുന്ന എല്ലാ പരാതികളും വരുന്ന സെക്ഷനാണ് തപാൽ സെക്ഷൻ. അപ്പൊ അവിടെ നിന്നാണ് മറ്റു നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള പരാതികളാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്. അപ്പൊ അവിടേക്ക് നമ്മൾ പരാതി കൈമാറ്റം ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് അവർ നടത്ത നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം നമ്മൾ കക്ഷികൾക്ക് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെക്ഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് എത്രയും വേഗം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് അതിനുള്ള പരിഹാരം കാണാനും കഴിയുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ അത് നമ്മൾ എന്താണ് പരാതികൾ, എങ്ങനെയാണ് വരുന്നത്, ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ പിന്നെ ഗവൺമെന്റ് തലത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് ഒന്നിച്ച് ട്രെയിനിങ് പോകുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡക്ഷൻ ട്രെയിനിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ക്ലർക്കുമാർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ വിടാൻ നമുക്ക് അപ്പം 1 മാസം ട്രെയിനിങ് കിട്ടും. ജോയിൻ ചെയ്യും. അത് ഇന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്ററിൽ ചേർക്കാനോ നമുക്ക് എന്തെങ്കിലും കൊടുക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓഫീസ് മുഖേന ആയതുകൊണ്ട് അടിയന്തരമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ വരുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും? ഹെൽത്ത് ഇഷ്യൂ അവർക്ക് താല്പര്യത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും.